കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് ഒരു മാസമാകുമ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കാർഡിയോതൊറാസിക് സർജറി മുടങ്ങിയതോടെ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചെയ്യാനാണ് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശം. സർജറി ചെയ്യാൻ പണമില്ലാതെ ഗുരുതരാവസ്ഥയിൽ വേങ്ങരയിലെ വീട്ടിൽ തുടരുകയാണ് 40 വയസ്സുകാരിയായ റുബിന. വേങ്ങര സ്വദേശിയായ ഫൈസലിന് ശരീരത്തിന്റെ ഒരു ഭാഗം സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. ഭാര്യ റുബീനയ്ക്ക് ഹൃദയവാൽവിൽ തകരാറുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സാധാരണക്കാരന്റെ ഏക ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാവട്ടെ ശസ്ത്രക്രിയാ യന്ത്രം പണിമുടക്കിയിട്ട് മാസങ്ങൾ. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ ചെയ്യാനാണ് ഇവർക്ക് ലഭിച്ച നിർദ്ദേശം. 4 ലക്ഷം റുപ്യ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ആ ടെൻഷനിലാണ്. ഈ സ്ട്രോക്ക് വന്ന് തളർന്നിട്ട് 5 വർഷമായി. ഒരു കൊല്ലം അനങ്ങാതെ കിടന്നു. ഇത് ഞാൻ ജീവിച്ചിട്ടാണ് നയിച്ചിട്ടാണ് പിന്നെ 4 മക്കളൊക്കെ കഴിയുന്നത്. നമ്മൾ പാവപ്പെട്ടവരെ ആശ്രയിക്കണ കോളേജല്ലേ, മെഡിക്കൽ കോളേജല്ലേ, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിത് പൈസ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എത്ര പേര് ഹോസ്പിറ്റലുണ്ട്, കഴിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇത് കേവലം റുബീനയുടെയും ഫൈസലിന്റെയും മാത്രം അവസ്ഥയല്ല. ഓരോ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി മടങ്ങുന്നത് നിരവധി ഹൃദ്രോഗികളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളായി ശസ്ത്രക്രിയാ യന്ത്രം പണിമുടക്കിലാണെന്നറിഞ്ഞിട്ടും ചെറുവിരലനക്കാൻ അധികൃതർ തയ്യാറല്ല. ബിഗ് TV, കോഴിക്കോട്.